2015 മുതൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കണക്ക് പുറത്തുവിട്ട ഫിഷറീസ് വകുപ്പ് 11 വർഷത്തിനിടെ 160 പേരെയാണ് കാണാതായത്. 469 മത്സ്യത്തൊഴിലാളികൾ ഈ കാലയളവിൽ മരിച്ചു. 2025-26 കാലയളവിൽ 3 പേരെയാണ് കാണാതായത്. സുനിഷ അയ്യലൂർ ചേരുന്നു. സുനിഷ, ഈ കണക്കുകൾ കേൾക്കുമ്പോൾ അറിയാം ഓരോ കുടുംബത്തിനും സംഭവിച്ചിട്ടുള്ള നഷ്ടം എന്താണെന്നുള്ളത്. ഇത്ര വർഷമെടുത്താണെങ്കിലും ഇതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. നഷ്ടപ്പെടുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണെന്നാണോ ഇപ്പൊ നമ്മൾ കരുതേണ്ടത്? ഈ കണക്ക് കാണുമ്പോൾ അങ്ങനെ ചോദിക്കേണ്ടി വരും. റോഷ്നി, തീർച്ചയായിട്ടും ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ കഴിഞ്ഞ 11 വർഷത്തെ കണക്കുകളാണ് ഈ പുറത്തുവിട്ടിരിക്കുന്നത്. ആ കണക്കുകളിൽ നിന്നും വ്യക്തമാണ് ഇതുവരെ മരിച്ച മത്സ്യത്തൊഴിലാളികൾ, കാണാതായ മത്സ്യത്തൊഴിലാളികൾ, ഇവരുടെ എല്ലാം കണക്കുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ 160 മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വർഷം എത്തുമ്പോൾ പോലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും 3 പേർക്കായി തിരച്ചിൽ സംസ്ഥാനത്ത് നടക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. ഒപ്പം തന്നെ 469 പേർ ഇങ്ങനെ മത്സ്യത്തൊഴിലാളികൾ മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ 11 വർഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പലപ്പോഴും പറയുന്നത് അവരുടെ ജീവന് വില നൽകുന്നില്ല. ഓരോ തവണയും ഇത്തരത്തിൽ അപകടത്തിൽ പെടുമ്പോൾ, മരിക്കുമ്പോൾ എല്ലാം തന്നെ വിവിധ തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റെസ്ക്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികൾ പല ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഓരോ വർഷവും നടക്കുന്നില്ല. ഇവർ പറയുന്നത് പോലെ പട്രോളിംഗ് ഒക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷേ ഒരു റെസ്ക്യൂ സംവിധാനം അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. മുന്നറിയിപ്പ് സംവിധാനം അത് കൃത്യമായി ഉണ്ടോ എന്നതടക്കമുള്ള ചോദ്യമുണ്ട്. അതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അപകടങ്ങൾ പതിവാകുമായിരുന്നോ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഓരോ വർഷവും 100ഓടടുത്ത് മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്നു, 20ലധികം മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുള്ളത് അത് 2017-18 കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. അന്ന് 29 മത്സ്യത്തൊഴിലാളികളെ കാണാതായി എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. 80നോടടുത്ത് മത്സ്യത്തൊഴിലാളികൾ ആ വർഷത്തിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷമാണെങ്കിൽ 55 മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഒപ്പം 3 മത്സ്യത്തൊഴിലാളികളെയാണ് കഴിഞ്ഞ വർഷം കാണാതായത്. അതിനു മുന്നേ 8 മത്സ്യത്തൊഴിലാളികൾ. അങ്ങനെ നിരവധി മത്സ്യത്തൊഴിലാളികളെ ഓരോ വർഷവും കാണാതാകുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഇത്തരമുള്ള ഇങ്ങനെ ഇവരുടെ ജീവൻ രക്ഷിക്കാനായി കൃത്യമായി സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പറയുന്നത്. പലപ്പോഴും പറഞ്ഞിരുന്നത് മുതലപ്പുഴയിൽ അടക്കം ഒരു റെഡ് ഫ്ലാഗ് എങ്കിലും വെക്കേണ്ടതുണ്ട്. അതായത് ഇത്തരത്തിലൊരു കടൽ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യമുണ്ടെങ്കിൽ, പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ ഒരു റെഡ് ഫ്ലാഗ് വെക്കുക, അല്ലെങ്കിൽ കടലിൽ പോയവരെ ഈ അപായ സൂചന കാണിക്കാനായി ഒരു റെഡ് ലൈറ്റ് എങ്കിലും കാണിക്കുന്ന തരത്തിൽ അനൗൺസ്മെന്റ് സംവിധാനമെങ്കിലും ഉണ്ടാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറ്റണം എന്നുള്ളൊരു ആവശ്യം അത് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ അതിലൊന്നും തന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഓരോ വർഷം കഴിയുമ്പോഴും അതിലൊന്നും തന്നെ ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഓഖി ദുരന്ത സമയത്ത് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ച നിരവധി ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് കാലങ്ങൾ പിന്നിട്ട് ഇപ്പോൾ 2026 നിൽക്കുമ്പോൾ പോലും ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും നിലവിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം ഇപ്പോൾ നമ്മൾ പല വീടുകളിൽ, ഇപ്പോൾ വിഴിഞ്ഞത്തടക്കമുള്ള വീടുകളിൽ പോയപ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിൽ കൃത്യമായി രക്ഷാപ്രവർത്തനം നടത്താതെ വരുന്നത് അത് അവസാനത്തെ പേരുകളാവട്ടെ ഇവർ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ റെസ്ക്യൂവുമായി ബന്ധപ്പെട്ട് ഈ കോസ്റ്റൽ പോലീസിനെ വിളിക്കുമ്പോൾ പോലും മണിക്കൂറുകൾ വൈകിയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ്. നേരത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യാനുസരണം സർക്കാർ തന്നെ കൃത്യമായി ഒരു റെസ്ക്യൂ സംവിധാനം അല്ലെങ്കിൽ ആളുകളെ അവിടെ തന്നെ നിർത്തിയിരുന്നു ഇത്തരം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സംവിധാനം ഒരുക്കിയിട്ടും എവിടെയാണ് ഈ അപകടങ്ങൾ നടക്കുമ്പോൾ ഇവർ എന്നൊരു ചോദ്യം തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. പലരും നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഒരു കോസ്റ്റൽ ഈ പറയുന്നത് പോലെ ഈ ഇന്ധനമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സ്ഥിതി, കോസ്റ്റൽ പോലീസിന് ഛർദി എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നൊരു സ്ഥിതി, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായി കടലിനെ അറിയുന്ന ആളുകൾ ഇതിന്റെ ഭാഗമായി വരണമെന്നുള്ളൊരു ആവശ്യം കൂടി മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഈ കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. കാണാതായവരുടെ എണ്ണമാകട്ടെ, മരിച്ചു പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ എണ്ണമാകട്ടെ, അതെല്ലാം തന്നെ കൂടി വരുന്നൊരു സ്ഥിതിയാണുള്ളത്. ഇതിൽ കൃത്യമായി ഒരു പരിഹാര സംവിധാനം വേണമെന്നുള്ളത് തന്നെയാണ് റോഷ്നി തീരമേഖലയിലുള്ള ആളുകൾ. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ്. മരണക്കണക്കും നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കാണാതായി പോയ മനുഷ്യർ, ഒരു വിവരവും ലഭിക്കാതെ ഇപ്പോഴും പല കുടുംബങ്ങളും മനുഷ്യരെ കാത്തിരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വേദനാജനകമായ കാര്യമാണ്.